ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. വാൽപ്പാറ അപകടത്തിൽ മരണപ്പെട്ട സ്കൂൾ പാചകത്തൊഴിലാളിയായ സാജിദയുടെ മകന്റെ ചികിത്സയും പഠന ചെലവും കൽപ്പകഞ്ചേരി ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തു. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് സഹായ ഹസ്തം. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷഹീദിന്റെ പഠന ചികിത്സാ ചെലവുകളാണ് ഏറ്റെടുത്തത്. ട്രസ്റ്റ് അംഗങ്ങൾ പാണക്കാട് തങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഷഹീദിന്റെ പഠന ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുന്നതായി അറിയിച്ചത്. തിരൂർ താലൂക്കിലെ ഈ കൽപ്പകഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളത്തിനും പുറത്തും വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെയായി നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ, അതേപോലെ തന്നെ ചികിത്സാ സഹായം, പാർപ്പിട സൗകര്യം എല്ലാം ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 3000-ൽ പരം കുടുംബങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായി വ്യവസ്ഥാപിതമായി ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് തണൽ ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത്. ആ പദ്ധതിക്ക് കീഴിൽ വരുന്നത് പിതാക്കൾ, അച്ഛന്മാർ മരണപ്പെട്ടു പോയ കുട്ടികളുടെ സംരക്ഷണമാണ്. ഇപ്പോൾ നിലവിൽ 124 കുടുംബങ്ങളിലായി 285 കുട്ടികളെ അവരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിട സൗകര്യങ്ങൾ, ചികിത്സ മുതലായ എല്ലാ സൗകര്യങ്ങളും നൽകി ഈ പദ്ധതിയുടെ ഭാഗമായി സഹായിച്ചു വരുന്നുണ്ട്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ട്രസ്റ്റ് ഈ ഉദ്യമം ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വാൽപ്പാറയിലെ ആ ദുരന്തം 10 പേര് മരണത്തിനിടയായി, 3 പേർ ഇപ്പോൾ ചികിത്സയിലുമാണ്. അവിടെ നാട്ടുകാരും മറ്റുമൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ചെയ്തു. മീഡിയയ്ക്ക് നല്ല കവറേജും കൊടുത്തു, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനിടയ്ക്കിപ്പോൾ അവിടെ ഒരു പാചകത്തോലെ സാജിദ എന്ന സ്ത്രീ അവർ മരിച്ചിരുന്നു. അപ്പോൾ അവരുടെ മകനുണ്ട്. ആ മകന് ഒരു അനാഥ ബാലനാണ്. അപ്പോൾ ആ കുട്ടിക്ക് അവനിപ്പോൾ ഇവിടെ കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിക്കുകളുണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ അതിൻ്റെ ചികിത്സ, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഭാവിയിലെ പഠന ചെലവ്, ഇത് രണ്ടും അപ്പോൾ ഏറ്റെടുക്കാൻ വേണ്ടി ഒരു തീരുമാനം ഇവിടെ ഉണ്ട്. ഞാൻ മുഴുവൻ പറയാം. എന്നതുപോലെ തന്നെ സ്കൂൾ ഡ്രൈവർ ഉണ്ടായിരുന്നു, നൗഷാദ്. സ്കൂൾ ഡ്രൈവർ ഇപ്പം ഇന്നലെ മരിച്ചു. ഇപ്പോൾ 10ാമത്തെ ആൾ അയാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നൗഷാദിൻ്റെ കുടുംബത്തിന് ഒരു വീട് വേണം എന്നുള്ള ആവശ്യവുമുണ്ട്. നൗഷാദിൻ്റെ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കൊരു വീട് വേണം. അപ്പോൾ ഇത് രണ്ടും, ഈ ആവശ്യങ്ങൾ നമ്മുടെ കൽപ്പകഞ്ചേരിയിലെ ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അബ്ദുൽ സമദ് സാഹിബ്, അതുപോലെ തന്നെ ഷംസുദ്ദീൻ മുഹിയുദ്ദീൻ, ദുബായിലുള്ള ഷംസുദ്ദീൻ മുഹിയുദ്ദീൻ, അൻവർ അമീൻ, ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരുടെ തണൽ ഫോസ്റ്റർ കെയർ ഒരു സ്കീമാണ്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ പാചകത്തൊഴിലാളി സാജിദയുടെ മകൻ്റെ ചികിത്സയും അതുപോലെ തന്നെ അവൻ്റെ ഭാവിയിലെ അവൻ്റെ പഠന ചെലവിനും അവൻ്റെ വിദ്യാഭ്യാസത്തിനും ഏത് വിദ്യാഭ്യാസവും അതിൻ്റെ ഭാവിയിലുള്ള ഏത് കാര്യവും അവർ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. എന്നതുപോലെ തന്നെ സ്കൂൾ ഡ്രൈവർ നൗഷാദിൻ്റെ കുടുംബത്തിനുള്ള ആ വീടിൻ്റെ നിർമ്മാണവും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം എന്ന് ഇവിടെ വന്ന് അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അലി സാഹിബ്, അവിടുത്തെ MLA, അദ്ദേഹമാണ് ആ കാര്യങ്ങളുടെയൊക്കെ പിന്നണിയിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഏതായാലും സാബുവിടെ സബാഹ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു നേരത്തെ. ഇപ്പോൾ കൽപ്പഞ്ചേരി പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. സബാഹിൻ്റെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറും അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സുമാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആളുകൾ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു, അത് അറിയിക്കാനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. ഓക്കെ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എൻ്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.